ഓം ശാന്തി. 12/1/79 ബാബയുടെ വാണിയുടെ സാരം. വരദാദാ ബാബ് ദ്വാര മിലേ ഹുയി ഖുഷി കെ ഖജാനോं का ഭണ്ഡാർ. വരദാതാവായ ബാബയിൽ നിന്നും ലഭിച്ച സന്തോഷത്തിന്റെ ഖജനാവുകളുടെ ഭണ്ഡാരം. विश्व के रचयिता, सर्व खजानों के दादा, सर्व वरदानों के दादा ബാബ് ദാദാ बोले. വിശ്വത്തിന്റെ രചയിതാവും സർവ ഖജനാവുകളുടെയും ദാതാവും സർവ വരദാനങ്ങളുടെയും ദാതാവുമായ ബാബ് ദാദാ തന്റെ മക്കളോട് സംസാരിക്കുകയാണ്. ബാബ് ദാദാ बच्चों के राज्य भाग्य को देख हर्षित हो रहे हैं. ബാബ് ദാദാ കുട്ടികളുടെ രാജ്യഭാഗ്യത്തെ കണ്ട് സന്തോഷിച്ചുകൊണ്ടിരിക്കുന്നു. सारी सृष्टि की सर्व आत्माओं से कितनी श्रेष्ठ आत्माएं हैं. മുഴുവൻ സൃഷ്ടിയിലെയും സർവ ആത്മാക്കളെയും വെച്ച് നോക്കുമ്പോൾ ബാബയുടെ മക്കൾ എത്ര ശ്രേഷ്ഠ ആത്മാക്കളാണ്. കിतनी സർവ ഖജാനോं से സമ്പന്ന ആത്മാएं हैं. സർവ ഖജനാവുകളാലും എത്രത്തോളം സമ്പന്നരായ ആത്മാക്കളാണ്. इस समय की संपन्नता का गायन आप श्रेष्ठ आत्माओं के कारण सदा चलता आ रहा है. സമ്പന്നരായതിന്റെ മഹിമ നിങ്ങൾ ശ്രേഷ്ഠ കാരണം നിങ്ങളുടെ സ്ഥാനത്തിന്റെ മഹിമ ഇന്ന് ലോകം പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. अब अंत तक भी भारत भूमि का गायन विदेश में भी महान है. ഈ കലിയുഗത്തിന്റെ അന്തിമ സമയം വരെ പോലും ഭാരത ഭൂമിയെ കുറിച്ച് വിദേശങ്ങളിൽ പോലും വളരെ ഉയർന്ന ഭാവനയാണുള്ളത്. വളരെ മഹത്തായ ഒരു കാഴ്ചപ്പാടാണ് വിദേശങ്ങളിൽ പോലുമുള്ളത്. താങ്ക മഹത്വ ആ ചൈതന്യ മഹാൻ ആത്മാവും കെ കാരണം ഹി. ഈ ഭാരതത്തിന് ഇത്രയും മഹത്വം ഉണ്ടായതിന് കാരണം നിങ്ങൾ ചൈതന്യത്തിലുള്ള മഹാത്മാക്കൾ കാരണമാണ്. ആജ് തക് ഭി ആധ്യാത്മിക് ഖജാനെ കെ ലിയെ സബ്കി നസർ ഭാരത് കെ തരഫ് ഹി ജാതി ഹൈ. ഈ അന്തിമ സമയം വരെ പോലും ആധ്യാത്മിക ഖജനാവുകൾക്കായി എല്ലാവരുടെയും ദൃഷ്ടി ഭാരതത്തിലേക്കാണ് വരുന്നത്. സ്ഥൂൽ ധൻ മേ ഗരീബ് മാനാ ജാതാ ഹൈ. സ്ഥൂല കാര്യത്തിൽ ഭാരതം ദരിദ്രമാണെന്ന് എല്ലാവരും കരുതുന്നുണ്ട്. ലേക്കിൻ ആധ്യാത്മിക് ഖജാനെ അവിനാശി സുഖ और शांति शक्ति इन खजानों में भारत ही सबसे संपत्तिवान पाया जाता है. സ്ഥൂലധനത്തിന്റെ കാര്യത്തിൽ കുറച്ച് ദാരിദ്ര്യം ഉണ്ട് എങ്കിൽ പോലും ആധ്യാത്മിക ഖജനാവുകളുടെ കാര്യത്തിൽ അവിനാശിയായ ശക്തി തുടങ്ങിയ ഖജനാവുകളുടെ കാര്യത്തിൽ ഭാരതം തന്നെയാണ് ഏറ്റവും സമ്പന്നം എന്ന് ലോകം പാടുന്നത്. तो आपकी इस संघर्ष युगी की संपन्न स्थिति के कारण ही स्थान का गायन ही. അപ്പോൾ ഭാരതം ഈ ആധ്യാത്മിക ഖജനാവുകളാൽ ഇത്രയും സമ്പന്നമാണ് എന്ന് ലോകം ഇന്നത്തെ കാലം വരെ പോലും പാടുന്നതിന് കാരണം നിങ്ങൾ കുട്ടികളുടെ ഈ സംഗമയുഗത്തിലെ സമ്പന്ന സ്ഥിതി കാരണമാണ്. इतने खजानों से संपन्न होते हो जो आधा कल्प वही प्राप्त खजाने चलते रहते हैं. അപ്പോൾ കുട്ടികൾ ഇത്രയും ഖജനാവുകളാൽ സമ്പന്നമാകുന്നു. അതായത് അരകൽപ്പം ആ അതേ പ്രാപ്തമായ ഖജനാവുകൾ കൊണ്ടാണ് ഈ ലോകം വളരെ സുഖശാന്തി നിറഞ്ഞതായിട്ട് മുന്നോട്ട് വരുന്നത്. ഇത്തന ഖജാന ജമാ ഹോത്ത
जो अनेक जन्म खाते रहते. ഈ സമയത്ത് സംഗമയുഗത്തിൽ കുട്ടികൾ ഇത്രയും ഖജനാവുകൾ സമ്പാദിക്കുകയാണ്, ശേഖരിക്കുകയാണ്. ഈ ഒരു കുറച്ചു സമയം കൊണ്ട് സമ്പാദിക്കുന്ന ഈ സമ്പാദ്യം കൊണ്ട് അനേക ജന്മങ്ങൾ യാതൊന്നും സമ്പാദിക്കാതെ അത് കഴിച്ചു ജീവിക്കുന്നു, അതായത് അത് അനുഭവിച്ച് ജീവിക്കുന്നു. ഐസാ കഭി കോയി സാരേ കൽപ്പമേ നഹീ ബൻ സക്ത. ബാബ പറയുന്നു, ഇങ്ങനെ ആർക്കും തന്നെ മുഴുവൻ കൽപ്പത്തിലും വേറെ ആർക്കും ഇങ്ങനെയാകാൻ സാധിക്കുകയില്ല. സംഗം യുഗ് സർവ യുഗോമേ സേ छोटा युग होने के कारण इनकी बहुत थोड़ी सी आयु है. സംഗമയുഗം മറ്റെല്ലാ യുഗങ്ങളിലും വെച്ച് വളരെ ചെറുതായത് കാരണം വളരെ കുറച്ച് സമയത്തെ ആയുസേ സംഗമയുഗത്തിനുള്ളൂ. इतनी छोटी सी जीवन है, छोटा सा युग है, इतनी कमाई सब युगों से श्रेष्ठ है. അപ്പോൾ ഇത്രയും ചെറിയൊരു ആയുസ് ഈ സംഗമയുഗത്തിനുള്ളൂ എങ്കിൽ പോലും മറ്റെല്ലാ യുഗങ്ങളിലും കുട്ടികൾ സമ്പാദിക്കുന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ സമ്പാദ്യം ഈ സംഗമയുഗത്തിൽ സമ്പാദിക്കാൻ സാധിക്കും. സദാ അപ്പനെ ഖജാനോ കോ സ്മൃതിയെ രസിക്കൂ. അതുകൊണ്ട് സദാ തന്റെ ഖജനാവുകളെ കുറിച്ച് കുട്ടികളുടെ സ്മൃതിയിൽ ഉണ്ടായിരിക്കണം. क्या क्या खजाने मिले हैं, किस द्वारा मिले हैं और कितने समय तक चलने वाले हैं. അപ്പോൾ എന്തെല്ലാം ഖജനാവുകളാണ് കുട്ടികൾക്ക് ലഭിച്ചിരിക്കുന്നത്, ആരിൽ നിന്നാണ് ഈ ഖജനാവുകൾ ലഭിച്ചിരിക്കുന്നത്, മാത്രമല്ല ഈ ഖജനാവുകൾ എത്ര കാലം വരെ നിലനിൽക്കും, ഇതെല്ലാം കുട്ടികളുടെ ബുദ്ധിയിലുണ്ടായിരിക്കണം. ബാബാനെ ഖജാനെ തോ സബ്കോ ഏക് സമാൻ ദിയേ ഹേ. അപ്പോൾ എല്ലാ കുട്ടികൾക്കും ബാബ ഒരേ അളവിലാണ് ഖജനാവുകളെല്ലാം കൊടുത്തിരിക്കുന്നത്. കിസ്കോ 1 लाख, കിസ്കോ 1000 നഹീ ദിയാ ഹേ. അപ്പോൾ ചിലർക്ക് 1,00,000, ചിലർക്ക് 1000, അങ്ങനെയല്ല ബാബ കൊടുത്തിരിക്കുന്നത്. സബ് ബച്ചോं को बेहद का अखूट खजाना ബാബ ദ്വാരാ മിലാ ഹേ. എല്ലാ കുട്ടികൾക്കും പരിധിയില്ലാത്ത അളവറ്റ ഖജനാവാണ് ബാബയിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. ऐसे अखूट खजाने से स्वयं को सदा भरपूर തൃപ്താത്മാ സമജ്തേ ഹോ. ഇങ്ങനെയുള്ള അളവറ്റ ഖജനാവുകൾ കൊണ്ട് സ്വയത്തെ സദാ നിറഞ്ഞ തൃപ്താത്മാവാണെന്ന് കുട്ടികൾ മനസ്സിലാക്കണം. തൃപ്താത്മാക്കോ സദാ ബാബ और खजाना के सामने रहता है. തൃപ്ത പ്രത്യേകത അവരുടെ മുന്നിൽ എപ്പോഴും ബാബയും ഖജനാവുകളും മാത്രമേ ഉണ്ടാവുകയുള്ളൂ. സദാ ഈ നശേമേ സദാ ഈ ലഹരിയിൽ അവർ നൃത്തം ചെയ്തുകൊണ്ടിരിക്കും. സബ്സെ ബഡേ ഖജാന ജിസ് ഖജാനെ के लिए अनेक आत्माएं अनेक प्रकार के साधनों को अपनाती है, फिर भी वंचित है. അപ്പോൾ ഏറ്റവും വലുതിലും വലിയ ഖജനാവ്, ഈ ഒരു ഖജനാവിന് വേണ്ടി അനേക ആത്മാക്കൾ അനേക തരത്തിലുള്ള സാധനങ്ങളെ ചെയ്ത് മുന്നോട്ട് വന്നിട്ടും അവർ വഞ്ചിക്കപ്പെട്ടു പോകുന്നു. വഹ കോൺസാ ഖജാന ആപ്കോ മിൽ ഗയാ ഹേ. അപ്പോൾ അങ്ങനെയുള്ള ഏതൊരു ഖജനാവാണ് കുട്ടികൾക്ക് ലഭിച്ചിരിക്കുന്നത്? ആജ് ദുനിയാ മേ കിസ് ഖജാനെ കി ഇച്ഛാ ഹേ ജിസ് ഇച്ഛാ കെ കാരൺ ആത്മായെ ജഹ ജഹ ഭടക് രഹി ഹേ. അപ്പോൾ ഇന്നത്തെ ലോകത്തിലുള്ളവർക്ക് ഏതൊരു ഖജനാവ് പ്രാപ്തമാക്കുവാനാണ് ആഗ്രഹം. ആ ആഗ്രഹം കാരണം ഈ ആത്മാക്കൾ ഓരോരോ സ്ഥലങ്ങളിലും അലഞ്ഞു തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. आप सबके पास सिर्फ अब के लिए नहीं लेकिन अनेक जन्मों के लिए भी जमा है, वह कौन सा खजाना मिला है. ബാബ ചോദിക്കുകയാണ്, നിങ്ങൾ കുട്ടികളുടെ പക്കൽ ഇപ്പോഴത്തേക്ക് വേണ്ടി മാത്രമല്ല ഈ ഖജനാവ് കിട്ടിയിരിക്കുന്നത്, മറിച്ച് അനേക ജന്മങ്ങളിലേക്ക് കുട്ടികൾ ആ ഖജനാവിനെ സമ്പാദിച്ചു വെച്ചിരിക്കുകയാണ്. പക്ഷെ ഈ ഒരു ഖജനാവിന് വേണ്ടി ലോകത്തിലുള്ളവർ അനേക സ്ഥലങ്ങളിൽ അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് ഏതൊരു ഖജനാവാണ് കുട്ടികൾക്ക് മാത്രം ലഭിച്ചിരിക്കുന്നത്?
സബ്സെ ബഡേ സെ ബഡാ ഖജാന ഹേ ഖുഷി കാ ഖജാന. അപ്പോൾ ഏറ്റവും വലുതിലും വലിയ ഖജനാവാണ് സന്തോഷത്തിന്റെ ഖജനാവ്. ഇസി ഖുഷി കെ ലിയേ ലോഗ് തട്ഫത്തെ ഹി. അപ്പോൾ ഈ ഒരു സന്തോഷത്തിന് വേണ്ടിയാണ് ലോകം അലയുന്നത്, വ്യാകുലപ്പെടുന്നത്. അവർ ആപ് സദാ ഖുഷിമേ നാശ്തേ വാലേ ഹോ. ബാബ പറയുന്നു, പക്ഷെ നിങ്ങൾ കുട്ടികളാണെങ്കിലോ ലോകത്തിലുള്ള സന്തോഷത്തിന് വേണ്ടി വ്യാകുലപ്പെടുന്നു, പക്ഷെ നിങ്ങൾ കുട്ടികൾ സന്തോഷത്തിൽ നൃത്തം ചെയ്യുന്നു. ആപ് സബ്കെ യാദഗാർ ചിത്രമേ ഭി ഖുഷി കാ പോസ് ഛായാ ഹുവാ ഹി. നിങ്ങൾ കുട്ടികളുടെ സ്മാരകങ്ങളായിട്ടുള്ള ചിത്രങ്ങളിൽ പോലും സന്തോഷത്തിന്റെ ആ പോസാണ് കാണിച്ചിരിക്കുന്നത്. ആപ്കാ ചിത്ര യാദ് ഹേന. നിങ്ങൾ കുട്ടികൾക്ക് നിങ്ങളുടെ ചിത്രമൊക്കെ ഓർമ്മയില്ലേ? അമൃത് വേളേ സെ ലേക്കർ ഇസ് ഖുഷി കെ ഖജാനെ കോ യൂസ് കരോ. അതുകൊണ്ട് അമൃതവേള മുതൽ ഈ സന്തോഷത്തിന്റെ ഖജനാവിനെ കുട്ടികൾ ഉപയോഗിക്കും. സോച്ചോ അപ്നെ ആപ് സെ ബാത്തേം കരോ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും. ബാബ പറയണത് ഖജനാവുകൾ വെറുതെ പൂട്ടി വെക്കാനുള്ളതല്ല, അതിനെ ഉപയോഗിക്കണം, അനുഭവിക്കണം. അപ്പൊ അതുകൊണ്ട് സന്തോഷത്തിന്റെ ഖജനാവിനെ അമൃതവേള മുതൽ ഉപയോഗിക്കൂ. കുട്ടികൾ അതിനെക്കുറിച്ച് ചിന്തിക്കൂ. സ്വയത്തോട് സന്തോഷത്തെ കുറിച്ച് സംസാരിക്കൂ. ആങ്ക് ഖുൽത്തെ ഫോൺ സാമനെ ആത്താ ഹെ. ബാബ സന്തോഷിക്കുന്നതിനുള്ള ഓരോരോ പോയിന്റുകൾ പറയുകയാണ്. കണ്ണു തുറക്കുമ്പോൾ തന്നെ കുട്ടികൾ അമൃതവേളയിൽ കണ്ണു തുറക്കുമ്പോൾ തന്നെ കുട്ടികളുടെ മുന്നിൽ ആരാണ് വരുന്നത്? പഹലെ പഹലെ സങ്കൽപ് മേ കിസ്സേ മിലൻ ഹോത്താ ഹി. കുട്ടികൾ ഉണരും തന്നെ ഏറ്റവും ആദ്യത്തെ സങ്കല്പത്തിൽ ആരുമായിട്ടാണ് മിലനമുണ്ടാകുന്നത്? വിശ്വക്കെ രചിത, സർവ ഖജാനോ കെ ദാദ, സർവ വരദാനോ കെ ദാദ, ബീജ് സെ മിലൻ ഹോത്താ ഹി. അപ്പൊ കുട്ടികൾക്ക് കണ്ണു തുറക്കുമ്പോൾ തന്നെ ബാബയുമായിട്ടുള്ള മിലനം ഉണ്ടാകുകയാണ്. അതായത് വിശ്വത്തിന്റെ രചയിതാവും സർവ ഖജനാവുകളുടെയും ദാതാവും സർവ വരദാനങ്ങളുടെയും ദാതാവുമായിട്ടുള്ള ബീജവുമായിട്ടാണ്, സൃഷ്ടിവൃക്ഷത്തിന്റെ ബീജവുമായിട്ടാണ് കുട്ടികൾക്ക് ആ കണ്ണു തുറക്കുമ്പോൾ തന്നെ മിലനം ഉണ്ടാകുന്നത്. ജിസ്മേ സാരാ വൃക്ഷ സമായ ഹുവാഹി. ആ ബീജത്തിൽ മുഴുവൻ വൃക്ഷവും അടങ്ങിയിരിക്കുന്നു. സർവ ആത്മായും भिखारी बन बाबा की एक सेकंड की झलक देखने की इच्छा से कितने कठिन मार्ग अपनाते हैं. അപ്പോൾ ലോകത്തിന്റെ മറ്റ് സർവാത്മാക്കളും വെറും യാചകരായിട്ട് ബാബയുടെ ഒരു സെക്കൻഡിന്റെ ദൃഷ്ടിക്ക് വേണ്ടി, ദർശനത്തിന് വേണ്ടി, ബാബയെ ഒന്ന് ദർശിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇച്ഛയിൽ എത്ര കഠിന മാർഗങ്ങളിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത്. അവർ ആ ശ്രേഷ്ഠ ആത്മായും सर्व संबंधों से मिलन मनाने के अनुभवों के श्रेष्ठ खजाने के अधिकारी हो. അതേസമയം നിങ്ങൾ ശ്രേഷ്ഠാത്മാക്കളാണെങ്കിലോ ബാബയുമായിട്ട് സർവ സംബന്ധങ്ങളുടെയും മിലനം ആഘോഷിക്കുന്നു. അതിന്റെ അനുഭവങ്ങളുടെ ശ്രേഷ്ഠ ഖജനാവിന്റെ അധികാരികളാണ്. ലോകരാണെങ്കിൽ ഒരു നിമിഷത്തെ ദർശനത്തിന് വേണ്ടി എത്ര കഷ്ടപ്പെടുന്നു. പക്ഷെ കുട്ടികളാണെങ്കിലോ സർവ സംബന്ധങ്ങളും അനുഭവിക്കുന്നു. तो सबसे पहली खुशी की बात है अमृत वेले सर्व संबंध से बात से मिलन मनाना. അതുകൊണ്ട് ഏറ്റവും ആദ്യത്തെ സന്തോഷിക്കുന്നതിനുള്ള കാര്യം ഇതാണ്. അമൃതവേളയിൽ സർവ സംബന്ധങ്ങളാലും ബാബയുമായി മിലനം ആഘോഷിക്കുക. ദുനിയ ഭിക്കാരി ഹേ. ലോകത്തിലുള്ളവർ യാചകരാണ്. അവർ ആപ്കോ ബച്ചേ. പക്ഷെ നിങ്ങളാണെങ്കിലോ ബാബയുടെ മക്കളാണ്, അധികാരികളാണ്. ഇസുസേ ബഡി ഖുഷി അവർ കോയി ഹോ സക്തി ഹെ ക്യാ. ബാബ ചോദിക്കുന്നു, ഇതിലും വലിയൊരു സന്തോഷം ആർക്കെങ്കിലും കിട്ടുമോ? വേറെ ഏതെങ്കിലും ഒരു കാര്യത്തെ പ്രതി ഇതിലും വലിയൊരു സന്തോഷം നിങ്ങൾക്ക് ഉണ്ടാകുമോ? तो अमृत वेले से इस खुशी के खजाने को यूज कर. അതുകൊണ്ട് അമൃതവേള മുതൽ ഈ സന്തോഷത്തിന്റെ ഖജനാവിനെ ഉപയോഗിച്ചു. യൂസ് കർണാഹി ഖജാനോഹി ചാബീഹി. അവ പറയുന്നു, ഈ ഖജനാവുകൾ തുറക്കുന്നതിനുള്ള താക്കോൽ എന്ന് പറയുന്നത് ഉപയോഗിക്കുക എന്നാണ്.
ഖജനാവുകൾ, ഏത് ഖജനാവുകൾ തുറക്കണമെങ്കിലും കുട്ടികൾ ചെയ്യേണ്ട കാര്യം അത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ദൂസറ ഖുഷി, ഖുഷി കാ ഖജാന. ഇനി സന്തോഷത്തിനുള്ള രണ്ടാമത്തെ ഖജനാവ്. ഇത്തനെ സീഖിലതെ ശ്രേഷ്ഠ ആത്മായേ ഹോ तो स्वयं भगवान आपको പഠാനെ के लिए परम धाम से आते हैं. ബാബ പറയുന്നു, ഇത്രയും കളഞ്ഞു പോയിട്ട് തിരിച്ചു കിട്ടിയ ശ്രേഷ്ഠാത്മാക്കളാണ് നിങ്ങൾ. കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി സ്വയം ഭഗവാൻ പരംധാമത്തിൽ നിന്നും എത്തിച്ചേരുന്നു. ലണ്ടൻ വ അമേരിക്ക സെ നഹി ആത്തെ. ലണ്ടനിൽ നിന്നോ അമേരിക്കയിൽ നിന്നോ അല്ല ബാബ വരുന്നത്. ഇസ് लोग से भी पार जहां तक साइंस वाले स्वप्न में भी पहुंच नहीं सकते, ऐसे परमधाम से स्पेशल आपको പഠാനെ के लिए आते हैं. ബാബ പറയുന്നു, ബാബ വരുന്നത് ലണ്ടനിൽ നിന്നോ അമേരിക്കയിൽ നിന്നോ അല്ല, മറിച്ച് ഈ ലോകത്തിനും ഉപരിയായിട്ട്, അതായത് സയൻസുകാർക്ക്, ഈ ശാസ്ത്രജ്ഞന്മാർക്ക് സ്വപ്നം കൊണ്ടുപോലും എത്തിച്ചേരുവാൻ സാധിക്കാത്ത പരംധാമത്തിൽ നിന്നും പ്രത്യേകിച്ചും കുട്ടികളെ മാത്രം പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ബാബ എത്തിച്ചേരുന്നു. അവർ സർ പഠാനേക്ക് ഫീ നഹി ലേത്തെ. പഠിപ്പിക്കുന്നതിന് ബാബ ഫീസ് ഒന്നും വാങ്ങുന്നില്ല. और ही पढ़ाई की प्रालब्ध स्वर्ग का स्वराज्य स्वयं नहीं लेते, आपको देते हैं. മാത്രമല്ല പഠിക്കുന്നതിന്റെ ഉള്ള ഭാഗ്യം ഉണ്ടല്ലോ, പ്രാപ്തി ഉണ്ടല്ലോ, സ്വർഗത്തിന്റെ സ്വരാജ്യം, അതൊരിക്കലും ബാബ എടുക്കുന്നുമില്ല, കുട്ടികൾക്ക് നൽകുകയാണ്. तो सबसे बड़ी खुशी और क्या होता है. അതുപോലെ ഇതിനേക്കാളും വലിയൊരു സന്തോഷം വേറെ എന്താ ഉണ്ടാകുന്നത്? ഈ സ്മൃതി സേ ഖജാനെ കോ യൂസ് കരോ. ഈ സ്മൃതിയിലൂടെ ആ ഖജനാവുകളെ നിങ്ങൾ ഉപയോഗിക്കൂ. ഇസുസെ ആകെ ചലോ. കുറച്ചുകൂടെ മുന്നോട്ട് പോകാം. അമൃതവേള കഴിഞ്ഞു, മുരളി ക്ലാസ് കഴിഞ്ഞു. ഇനി മുന്നോട്ട് പോകുമ്പോൾ കാര്യ കർത്തേ ഹുയെ कर्मयोगी का पार्ट बचाती. कर्मयोगी अर्थात सदा बाप के साथ रहते हुए हर कार्य करने वाला कर्मयोगी के समय भी चाहे कोई भी कर्म कर रहे हो, लौकिक व अलौकिक, लेकिन ऑलमाइटी अथॉरिटी आपका साथी अर्थात फ्रेंड बनकर हर समय സാത്ത് നിഭാത്തെ. ബാബ പറയുന്നു, കർമ്മം ചെയ്തുകൊണ്ട് കർമ്മയോഗിയുടെ പാർട്ട് അഭിനയിക്കുന്ന സമയത്ത്. അപ്പോൾ കർമ്മയോഗി എന്ന് പറഞ്ഞാൽ സദാ ബാബയോടൊപ്പം ജീവിച്ചുകൊണ്ട് ഓരോ കർമ്മവും ചെയ്യുന്ന കർമ്മയോഗി. അപ്പോൾ കർമ്മയോഗത്തിന്റെ സമയത്ത് ഏത് കർമ്മവും ചെയ്യുന്നത് ബാബയോടൊപ്പം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ലൗകിക കർമ്മമായിക്കോട്ടെ അലൗകിക കർമ്മമായിക്കോട്ടെ. ആൾമൈറ്റി അതോറിറ്റി ആയിട്ടുള്ള ബാബ കുട്ടികളുടെ കൂട്ടുകാരനായിട്ട്, ഫ്രണ്ടായിട്ട് മാറി ഓരോ സമയവും ഓരോ നിമിഷവും കുട്ടികളോടൊപ്പമുണ്ട്. അങ്ങനെയാണ് കുട്ടികളുടെ കർമ്മയോഗി പാർട്ട്. ഐസാ ഫ്രണ്ട് ഫിർ കഭി മിൽ നഹി സക്ത. ഇങ്ങനെയുള്ള സുഹൃത്തിനെ ആർക്കും തന്നെ ഒരിക്കലും ലഭിക്കുകയില്ല. കഭി ഫ്രണ്ട്ഷിപ്പ് നിഭാത്തെ ഹി, कभी कंबाइंड युगल रूप निभाते हैं. ऐसा कंबाइंड स्वरूप विचित्र युगल रूप जो सदा आपको करते हैं, सारा बोझ हमें दे दो. ബാബ പറയുകയാണ്, ചിലപ്പോ സുഹൃത്തായിട്ട് ബാബ വരുന്നു, ചിലപ്പോ കമ്പൈൻഡ് യുഗൽ രൂപത്തിൽ ബാബ വരുന്നു. അപ്പോ അങ്ങനെ കമ്പൈൻഡ് യുഗൽ സ്വരൂപത്തിൽ, ആ വിചിത്രമായിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ള യുഗൽ രൂപത്തിൽ വന്നിട്ട് കുട്ടികളോട് പറയുന്നു, കുട്ടികളെ നിങ്ങളുടെ എല്ലാ ഭാരവും എനിക്ക് നൽകിയേക്കും. അവർക്കും സദാ ഹൽക്കേ രഹോ. എല്ലാ ഭാരവും എന്നെ ഏൽപ്പിച്ചിട്ട് നിങ്ങൾ എല്ലായ്പ്പോഴും ഭാരരഹിതരായിട്ട് ജീവിക്കും. ജഹാം ഭി कोई मुश्किल कार्य आए तो वह मुझे अर्पण कर दो, तो मुश्किल सहज हो जाएगा. എവിടെ എപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള കാര്യം വരികയാണെങ്കിൽ ആ ബുദ്ധിമുട്ടിനെ, ആ പ്രയാസമുള്ള കാര്യത്തെ
എനിക്ക് സമർപ്പിച്ച് നിങ്ങൾ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ പ്രയാസങ്ങളെല്ലാം, കഷ്ടപ്പാടുകളെല്ലാം, ബുദ്ധിമുട്ടെല്ലാം सहजमाയിട്ട് മാറും. ऐसे कर्मयोग का पार्ट में सदा साथीपन के खजाने को व सदा साथ के खुशी को യൂസ് कर. ബാബ പറയണു, ഇങ്ങനെ കർമ്മയോഗത്തിന്റെ പാർട്ട് നിങ്ങൾ അഭിനയിക്കുമ്പോൾ സദാ കൂട്ടുകാരനായിട്ട്, ബാബ കുട്ടികളുടെ കൂട്ടത്തിൽ നിൽക്കുകയാണ്, അപ്പൊ കൂട്ടുകാരനായിട്ട് മാറി ഉള്ള ഖജനാവിനെ, ആ കൂട്ടുകെട്ടിന്റെ സന്തോഷത്തെ നിങ്ങൾ നന്നായി യൂസ് ചെയ്യൂ. और आगे चलो, ഇനി മുന്നോട്ട് പോകും. जब कार्य से खाली हो जाओ तो सबसे बड़े से बड़ा मनोरंजन का धन प्राप्त है. ഇനി നിങ്ങളുടെ ജോലിയെല്ലാം കഴിഞ്ഞു, കർമ്മയോഗി പാർട്ട് കഴിഞ്ഞു, ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ഏറ്റവും നന്നായിട്ട് എൻജോയ് ചെയ്യാൻ സാധിക്കും. अगर आपको सैर करने की रुचि है व देखने की रुचि है, അപ്പോൾ നിങ്ങൾക്ക് ചുറ്റിക്കറങ്ങാനുള്ള, എവിടെയെങ്കിലുമൊക്കെ കാണാൻ പോകുന്നതിനാണ് താല്പര്യമെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണുന്നതിനാണ് താല്പര്യമെങ്കിൽ, രുചി പഠിക്കുന്നതിനുള്ള താല്പര്യമാണെങ്കിൽ, ശൃംഗാർക്കി രുചി അലങ്കരിക്കുന്നതിനുള്ള താല്പര്യമാണെങ്കിൽ, ഡാൻസ് की रुचि നമുക്ക് നൃത്തം ചെയ്യാനാണ് ഇൻട്രസ്റ്റ് എങ്കിൽ, ഒരു ഹൃഹാൻ കർണേക്ക് രുചി, ഈ ആത്മീയ സംഭാഷണം ചെയ്യാനാണ് താല്പര്യമെങ്കിൽ, जो भी रुचि हो वह മനോരഞ്ജൻ के साधन आपके साथ है. അങ്ങനെ കുട്ടികൾക്ക് എന്താണോ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യം, എന്തിലാണോ കുട്ടികൾക്ക് താല്പര്യമുള്ളത്, അത് എൻജോയ് ചെയ്യാൻ, അത് അനുഭവിക്കുവാനുള്ള മാർഗം കുട്ടികളുടെ മുന്നിൽ തന്നെയുണ്ട്. देखने चाहते हो तो स्वर्ग को देखो. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും കാണാനാണ് താല്പര്യമെങ്കിൽ സ്വർഗത്തെ കാണൂ. സംഗമയുഗത്തെ ശ്രേഷ്ഠതാക്കോ देखो. സംഗമയുഗത്തിന്റെ ശ്രേഷ്ഠതയെ കാണൂ. अपने और बाबा के कर्तव्य की अलौकिक कहानी का ड्रामा देखो. ഇനി എൻജോയ് ചെയ്യണമെങ്കിൽ സ്വയത്തിന്റെയും ബാബയുടെ കർത്തവ്യത്തിന്റെയും അലൗകിക കഥയുടെ ഡ്രാമ കാണൂ. സൈർ करना चाहते हो तो तीनों लोगों का सैर करो. ഇനി ചുറ്റിക്കറങ്ങാൻ പോകണമെങ്കിൽ 3 ലോകങ്ങളുണ്ട്, 3 ലോകങ്ങളിലും ചുറ്റിക്കറങ്ങും. श्रृंगार करना चाहते हो तो हर गुण के विस्तार से स्वयं को सजा लो. ഇനി കുട്ടികളെ അലങ്കരിക്കാനാണ് ആഗ്രഹമെങ്കിൽ, അലങ്കരിക്കുന്നതിനാണ് താല്പര്യമെങ്കിൽ, ഓരോ ഗുണങ്ങളുടെയും വിസ്താരത്തിൽ സ്വയത്തെ അലങ്കരിക്കും. ഡ്രാമ देखने चाहते हो तो 5000 വർഷ का ഡ്രാമ देखो. ഇനി എൻജോയ് ചെയ്യുന്നതിന് ഒരു ഡ്രാമ കാണാൻ ആഗ്രഹിക്കുന്നു എന്നിരിക്കട്ടെ, 5000 വർഷത്തിന്റെ ഡ്രാമ കാണൂ. ഹിസ്റ്ററി പഠിനെ ചാഹത്തെ ഹോ തോ अपने 84 ജന്മോं की ഹിസ്റ്ററി देखो. ഇനി ചരിത്രം പഠിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്വന്തം 84 ജന്മങ്ങളുടെ ചരിത്രം പഠിക്കൂ. रूह रिहान करना चाहते हो तो रूह बन रूहों के सुधार से रूह रिहान करो. ഇനി ആത്മീയ സംഭാഷണം ചെയ്യാനാണ് താല്പര്യമെങ്കിൽ, ആരോടെങ്കിലും സംസാരിക്കണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ സ്വയം ആത്മാവായി മാറി ആത്മാക്കളുടെ രചയിതാവുമായിട്ട് ആത്മീയ സംഭാഷണം ചെയ്യൂ. और क्या चाहिए? ബാബു ചോദിക്കുന്നു, ഇനി എന്താ കുട്ടികൾക്ക് വേണ്ടത്? इन सब साधनों से सदा अपने को खुश रखो, अर्थात खजाने को यूज करो. ഈ എല്ലാ ഖജനാവുകളാലും സദാ സ്വയത്തെ സന്തോഷമുള്ളതാക്കി വെക്കും. അതായത് ഈ ഖജനാവുകളെ കുട്ടികൾ ഉപയോഗിക്കും. ഭോജൻ ബനാത്തെ ഹോ, ഭോജൻ ബനാനെ കെ സമയ പഹലെ ഭോഗ് ലഗാനാ ഹെ, അർത്ഥാത് പ്യാരെ തേ പ്യാരെ ബാപ്പോ സ്വീകാർ കരാനാ ഹെ. ഭോജനം ഉണ്ടാക്കുന്നു. അപ്പൊ ഭോജനം ഉണ്ടാക്കുന്ന സമയം അത് കുട്ടികൾ ഭോഗ് അർപ്പിക്കാറുണ്ട്. അതായത് ഏറ്റവും പ്രിയപ്പെട്ട സ്നേഹിയായിട്ടുള്ള ബാബയ്ക്ക് അർപ്പിക്കാറുണ്ട്. ഈ സ്മൃതി സേ ഭോജൻ ബനാവോ, അതായത് എനിക്ക് എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ബാബയ്ക്ക് വേണ്ടി ഭോജനം സമർപ്പിക്കണം.
ആ സ്മൃതിയോടുകൂടി ഭോജനം തയ്യാറാക്കും. ഈ കിസ്കോ ഖിലാനാ ഹെ, ചിന്തിക്കണം, ഞാൻ ആർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഭോജനം തയ്യാറാക്കുന്നത്. आजकल की दुनिया में अगर कोई प्राइम मिनिस्टर व प्रेसिडेंट आपके पास खाने आते हैं कितनी खुशी होती है. അപ്പോൾ ഇന്നത്തെ കാലത്ത് ലോകത്തിൽ ഏതെങ്കിലും ഒരു പ്രസിഡന്റോ പ്രധാനമന്ത്രിയോ കുട്ടികളുടെ അടുത്ത് കഴിക്കുന്നതിന് വേണ്ടി, ഡിന്നർ കഴിക്കുന്ന എന്തെങ്കിലും ഭോജനത്തിന് വേണ്ടി വരികയാണ്, വിരുന്ന് വരികയാണ്. അങ്ങനെയാണെങ്കിൽ എത്ര സന്തോഷമുണ്ടാകും കുട്ടികൾക്ക്. ലേക്കിൻ ബാക്കി പക്ഷേ പരമാത്മാവിന്റെ മുന്നിൽ പ്രസിഡന്റ് ആരാണ്, പ്രധാനമന്ത്രി ആരാണ്? तो सदा बाप आपके साथ भोजन खाते हैं. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കണം, സദാ ഭോജനം കഴിക്കുന്ന സമയം, ഉണ്ടാക്കുന്ന സമയത്ത് അത് ബാബയ്ക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നതെന്നുള്ള സ്മൃതി വേണം. കഴിക്കുമ്പോൾ ബാബയോടൊപ്പമാണ് കഴിക്കുന്നതെന്നുള്ള സ്മൃതി വേണം. ഭക്ത് बिचारे बार बार खंडियां बजा बजाकर थक जाते हैं. ലോകത്തിലെ പാവം ഭക്തരാണെങ്കിൽ വീണ്ടും വീണ്ടും മണിയടിച്ച് ക്ഷീണിച്ചു പോകുന്നു. ബുലാത്തെ ബുലാത്തെ ഭൂൽ ഭീ ജാത്തെ, വിളിച്ച് ചിലപ്പോൾ മറന്നും പോകുന്നു. ലേക്കിൻ ബച്ചോं के साथ बाप का वायदा है सदा साथ रहेंगे. പക്ഷേ കുട്ടികളോട് ബാബ വാഗ്ദാനം നൽകിയിട്ടുണ്ട്, സദാ ഞാൻ കുട്ടികളോടൊപ്പം ഉണ്ടായിരിക്കും. ഭക്തരാണെങ്കിൽ വിളിച്ച് അവർ ക്ഷീണിച്ചു പോവുകയാണ്. തുമി സേ ഖാവേ തുമി സേ ബൈഠേ തോ ഇസ്സേ ബഡി ഖുഷി ഔർ ക്യാ ചാഹിയേ. ബാബ കുട്ടികൾക്ക് വാഗ്ദാനം തന്നിട്ടുണ്ട്, സദാ ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. അപ്പൊ കുട്ടികൾ ബാബയോടെ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്, അങ്ങയുടെ കൂടെ കഴിക്കൂ, അങ്ങയുടെ കൂടെ ഇരിക്കൂ. ബാബ ചോദിക്കുന്നു, ഇതിനേക്കാളും വലിയ സന്തോഷം ഇനി എന്താ കുട്ടികൾക്ക് വേണ്ടത്? तो भोजन के समय भी तुम्हें से खाओ, एक സ്ലോഗൻ യാദ് രഖോ. അതുകൊണ്ട് ഭോജനം കഴിക്കുന്ന സമയത്തും സദാ കുട്ടികൾ ഓർമ്മ വെക്കുക, അങ്ങയുടെ കൂടെ മാത്രമേ കഴിക്കൂ എന്ന് കുട്ടികൾ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. ബാബയും വാഗ്ദാനം തന്നിട്ടുണ്ട്, കുട്ടികളുടെ കൂടെ എപ്പോഴും ബാബയുണ്ടാകും. ഐസേ ഖുഷി കെ ഖജാനെ കോ യൂസ് കരോ, ഇങ്ങനെ സന്തോഷത്തിന്റെ ഖജനാവുകളെ കുട്ടികൾ ഉപയോഗിക്കൂ. ഔർ ആകെ ചലോ, ഇനി മുന്നോട്ട് പോകൂ. സമയം ആ ഗയ, അപ്പോ ദിവസത്തിന്റെ അവസാന സമയം വന്നു. അർത്ഥാത് രാത് ക സമയം ആയ, അതായത് രാത്രി സമയമായി. अब रात को क्या करेंगे, मैं രാത്രിയിൽ എന്താണ് ചെയ്യുക? सोने के पहले सारे दिन के समाचार की लेन देन चाहे कंबाइंड रूप में करो चाहे बाप के रूप में करो. ബാബ പറയുന്നു, ഉറങ്ങുന്നതിന് മുമ്പ് മുഴുവൻ ദിവസത്തിന്റെയും വാർത്തകൾ ബാബയ്ക്ക് നൽകണം. അത് ഒന്നുകിൽ കമ്പൈൻഡ് രൂപത്തിൽ ബാബയെ കണ്ടിട്ട് ചെയ്യുക, യുഗളായിട്ട് ബാബയെ കണ്ടിട്ട് ചെയ്യുക, അല്ലെങ്കിൽ അച്ഛനായിട്ട് ബാബ കണ്ടിട്ട് ചെയ്യുക. ഏക് ദിൻ കാ സമാചാർ ദോ और दूसरे दिन का ശ്രേഷ്ഠ സങ്കല്പ് और कर्म की പ്രേരണ ലോ. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് ചെയ്യേണ്ടത് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ്. ഒന്ന്, ദിവസത്തിന്റെ മുഴുവനും വാർത്തകൾ, കാര്യങ്ങൾ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ബാബയോട് പറയുക. ഒന്നുകിൽ അച്ഛന്റെ രൂപത്തിൽ ബാബയെ കണ്ട് പറയാം, അതല്ലെങ്കിൽ യുഗളായിട്ട് ലൈഫ് പാർട്ട്ണറായിട്ട് ജീവിത പങ്കാളിയായിട്ട് ബാബയെ കണ്ടിട്ട് പറയാം. ഏതായാലും അങ്ങനെ പറയുക. രണ്ടാമത് ചെയ്യേണ്ട കാര്യം, അന്നത്തെ ദിവസത്തെ മുഴുവൻ വാർത്തകൾ കൊടുക്കുക. പിന്നെ അടുത്ത ദിവസം ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതിനെ കുറിച്ചിട്ടുള്ള ശ്രേഷ്ഠ സങ്കല്പങ്ങൾ അതും ബാബയുടെ മുന്നിൽ അവതരിപ്പിക്കുക. പിന്നെ ആ കർമ്മങ്ങൾ ചെയ്യുന്ന ഓരോ കർമ്മവും ചെയ്യുന്നതിനുള്ള പ്രേരണ ബാബയിൽ നിന്നും സ്വീകരിക്കുക. सब समाचार की लेन देन करना अर्थात हल्के बंचाना. അപ്പൊ എല്ലാ കാര്യങ്ങളും ബാബയോട് തുറന്നു പറയുക എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എല്ലാം ബാബയ്ക്ക് കൊടുത്ത് അർപ്പിച്ചിട്ട്, എല്ലാം ബാബയെ ഏൽപ്പിച്ചിട്ട് സ്വയം ഭാരരഹിതരായി മാറുക എന്നാണ്. ജയ്സേ രാത്തോ ഹൽക്കി ഡ്രസ് സോത്തെ ഹേന, രാത്രിയിൽ ഉറങ്ങുമ്പോ ഭാരമില്ലാത്ത മീൻസ് ലൂസായ ഡ്രസ് ധരിച്ചിട്ട് ഉറങ്ങാറുണ്ടല്ലോ. ऐसे बुद्धि को हल्का करना अर्थात
ഹൽക്കി ട്രസ്റ്റ് ഖനാന. ബാബ പറയുന്നു ഇങ്ങനെ നമ്മുടെ, അതായത് അതിന്റെ അർത്ഥം ബുദ്ധിയെ ഫ്രീ ആക്കുക, ഭാരമില്ല, ലൈറ്റ് ആക്കുക. അതാണ് ലൂസായിട്ടുള്ള ഡ്രസ് ധരിക്കുക എന്ന് പറഞ്ഞ. ഐസെ തയ്യാർ ഹോ സാത്തുമ്പി സോചാലു. അങ്ങനെ ബുദ്ധിയെ ലൈറ്റ് ആക്കി ബാബയോടൊപ്പം ഉറങ്ങുക. അകേലെ നഹി സോവോ. ഒരിക്കലും നിങ്ങൾ ഒറ്റയ്ക്ക് കിടന്നുറങ്ങരുത്. അകേലെ ഹോങ്കേത്തോ മായ ചാൻസ് ലേക്ക്. നിങ്ങൾ ഒറ്റയ്ക്കാണെന്ന് കണ്ടാൽ മായ വരും, മായ ചാൻസ് എടുക്കും. ഇസ്ലിയെ സദാ സാത്ത് രഖോ. അതുകൊണ്ട് ബാബയോടൊപ്പം സദാ എപ്പോഴും ഉറങ്ങുന്ന സമയത്ത് ബാബയോടൊപ്പം കിടന്നുറങ്ങുക. അകേലെ രഹ്നേസെ ഡർ ഭി ലഗ്താ ഹി. ബാബ പറയാണ് നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്നാൽ ഭയം തോന്നും. നിർഭയ ഭി ഹോ ജാവേങ്കി. നിങ്ങൾക്ക് കുട്ടികൾക്ക് നിർഭയരായിട്ട് മാറണം. ബാബയുണ്ടെങ്കിൽ നിർഭയരായിട്ടിരിക്കാം. ആപ് നിർഭയ രഹേങ്കെ और മായ ഡരായെങ്കി. അപ്പൊ നിങ്ങൾ നിർഭയരായിട്ടിരിക്കുന്ന സമയത്ത് മായ വന്നിട്ട് നിങ്ങളെ പേടിപ്പിക്കുകയൊക്കെ ചെയ്യും. तो ऐसे सदा साके खुशी के ഖജാനെ को സാരി രാത്രി യൂസ് കരും. അതുകൊണ്ട് അങ്ങനെ സദാ ബാബ നമ്മുടെ കൂടെ ഒപ്പമുണ്ട് എന്ന സന്തോഷത്തിന്റെ ഖജനാവ് മുഴുവൻ രാത്രിക്ക് വേണ്ടിയും കുട്ടികൾ ഉപയോഗിക്കും. अब बताओ सारे दिन में श्रेष्ठ खुशी के खजाने प्राप्त होते हुए भी श्रेष्ठ आत्मा कभी उदार. ഇങ്ങനെ ശ്രേഷ്ഠ സന്തോഷത്തെ അതിനെ കുട്ടികൾ പ്രാപ്തമാക്കിക്കൊണ്ടിരിക്കുന്നു, അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള ശ്രേഷ്ഠ ആത്മാവിന് എപ്പോഴെങ്കിലും ദുഃഖമുണ്ടാകുമോ? अन्य कोई मनोरंजन के तरफ व अल्पकाल के खजाने की तरफ ആകർഷിത് ഹോ സക്തി ഹി. ഇങ്ങനെ സദാ ബാബയോടൊപ്പം സന്തോഷത്തിന്റെ ഖജനാവ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആത്മാവിന് ദുഃഖമുണ്ടാകുമോ? അതോ മറ്റേതെങ്കിലും തരത്തിലുള്ള എൻജോയ്മെന്റിലേക്ക് കുട്ടികളുടെ ശ്രദ്ധ പോകുമോ? അതായത് ഏതെങ്കിലും അല്പകാലത്തെ ഖജനാവുകളിലേക്ക് കുട്ടികൾ ആകർഷിക്കപ്പെടുമോ? ഐസി ശ്രേഷ്ഠ അർത്ഥാത് സമ്പന്ന ആത്മാവിനുള്ള ശ്രേഷ്ഠ ആത്മാക്കളാണ് കുട്ടികൾ, സമ്പന്ന ആത്മാക്കളാണ്. ആപ്കെ നാം സേ ഭി ജബ് അനേക ഭക്ത് അല്പകാൽ കി ഖുഷി മേ ആ ജാത്തെ ഹി. നിങ്ങൾ കുട്ടികളുടെ നാമം ജപിച്ചിട്ട് പോലും അനേക ഭക്തർ അല്പകാലത്തെ സന്തോഷം അനുഭവിക്കുന്നുണ്ട്. ആക്കെ ജഡ ചിത്രോ ദേഖ് ഖുഷി മേ നാച്നെ ലഗ്തേ ഹി. നിങ്ങൾ കുട്ടികളുടെ ജഡ ചിത്രങ്ങളെ കണ്ടിട്ട് ഭക്തർ എത്ര സന്തോഷിച്ച് നൃത്തം ചെയ്യുന്നുണ്ട്. ഐസെ ഖുഷ് നസീബ് ആപ് സബ്കോ ഖജാനെ ബഹുത്ത് മിലേഹി. ഇങ്ങനെയുള്ള എത്രയും ഭാഗ്യശാലികളാണ് നിങ്ങൾ കുട്ടികൾ. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഖജനാവുകൾ ലഭിച്ചിട്ടുണ്ട്. അത് സിർഫ് യൂസ് കരോ. ഇപ്പോ നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ. എല്ലാ ഖജനാവുകളും കുട്ടികളുടെ പക്കലുണ്ട്, കേവലം ഉപയോഗിക്കുക. അർത്ഥാത് ചാബി ലഗാവൂ. ഉപയോഗിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂട്ട് തുറക്കുക. चाबी होते हुए भी समय पर नहीं मिलती, समय पर खो जाती है. इसलिए सदा सामने रखो, अर्थात सदा स्मृति में रखो. तो താക്കോൽ ബാബ തന്നിട്ടും ചിലപ്പോ സമയത്ത് അത് കാണത്തില്ല, താക്കോൽ കാണത്തില്ല. അതുകൊണ്ട് ബാബ പറയുകയാണ് എല്ലായ്പ്പോഴും ഈ താക്കോലിനെ കുട്ടികളുടെ മുന്നിൽ വെക്കും. കാരണം ഇത്രയും ശ്രേഷ്ഠമായ ഖജനാവുകളാണ്, അത് തുറക്കാനുള്ള താക്കോലാണ്. ഉപയോഗിക്കുക എന്നുള്ളത് അതെപ്പോഴും കുട്ടികൾ മുന്നിൽ വെക്കൂ, അതായത് സ്മൃതിയിൽ വെക്കും. ബാർ ബാർ സ്വരൂപ് സ്മൃതിക്കോ റിഫ്രഷ് കരും. ഇടയ്ക്കിടയ്ക്ക് കുട്ടികൾ തന്റെ സ്വരൂപത്തിന്റെ സ്മൃതി റിഫ്രഷ് ചെയ്തുകൊണ്ടേയിരിക്കും. ഖജാന ക്യാ ഔർ ചാബി ക്യാ. ഖജനാവ് ഏതാണ്, ആ ഖജനാവ് തുറക്കാനുള്ള താക്കോൽ എന്താണ്? हर कार्य में जैसे सुनाया वैसे പ്രാക്ടിക്കൽ में लाओ. അപ്പോ ബാബ ഈ പറഞ്ഞ കാര്യങ്ങൾ, എന്തെല്ലാം കാര്യങ്ങളാണോ ബാബ കുട്ടികളോട് പറഞ്ഞത്, അത് ഓരോ കാര്യവും കുട്ടികൾ പ്രാക്ടിക്കലിൽ വരും. അർത്ഥാത് സ്മൃതിക്കോ സ്വരൂപമേ ലാവും എന്ന് വെച്ചാൽ സ്മൃതിയെ സ്വരൂപത്തിലേക്ക് കൊണ്ടുവരും. സമച്ചാക്കി കുട്ടികൾക്ക് മനസ്സിലായോ എന്താണ് ചെയ്യേണ്ടതെന്ന്? അച്ഛാ ഐസേ സദാ സർവ ഖജാനോം സേ സമ്പന്ന ആത്മായി. ഇങ്ങനെയുള്ള
സദാ സർവ ഖജനാവുകളാലും സമ്പന്നരായ ആത്മാക്കൾക്ക് ഹർ കർമ്മമേ ബാക്കി സാത്ത് സർവ സംബന്ധ നിഭാനെ വാലെ, ഓരോ കർമ്മത്തിലും ബാബയോടൊപ്പം സർവ സംബന്ധവും അനുഭവിക്കുന്ന, സദാ ബാപ്പോ അപ്പന സാധി അനുഭവ് കർണേ വാലെ, സദാ ബാബയെ തന്റെ കൂട്ടുകാരനും അനുഭവിക്കുന്ന, സദാ മായക്കെ ഭയസെ നിർഭയ രഹ്നെ വാലെ, സദാ മായയെ ഭയപ്പെടാതെ നിർഭയരായി ജീവിക്കുന്ന ഐ തൃപ്താത്മാവും കോ, ഇങ്ങനെയുള്ള തൃപ്താത്മാക്കൾക്ക് ഖജാനയ്ക്ക് മാലിക് ആത്മാവും കോ, ഖജനാവുകളുടെ എല്ലാം അധികാരികളായ ആത്മാക്കൾക്ക് ബാപ് ദാദാക്ക യാദ് പ്യാർ ഔർ നമസ്തേ, ബാപ് ദാദയുടെ സ്നേഹസ്മരണയും നമസ്കാരവും. ഇപ്പൊ മുഴുവൻ ദിവസത്തേക്കും സന്തോഷത്തിന്റെ ഖജനാവിനെ എങ്ങനെ ഉപയോഗിക്കണം എന്നാണ് ബാബ നമുക്ക് പറഞ്ഞു തന്നത്. ബാബ പറയുന്നത് അത് അതേപടി പ്രാക്ടിക്കലാക്കാം, ഈ സ്വരൂപത്തിൽ കൊണ്ടുവരും. അതാണ് ബാബയുടെ മഹാവാക്യങ്ങൾ. ഓം ശാന്തി.